നമ്മൾ നേരെ അട്ടമലയിലേക്ക് പോകുന്നു. അട്ടമലയിൽ സുർജിത്ത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത്, അട്ടമലയിൽ നിന്ന് ആളുകളെ മുഴുവൻ ആ ദിവസം ഒഴിപ്പിച്ചിരുന്നു. പക്ഷേ അട്ടമലയിൽ കാര്യമായി ഈ തിരച്ചിൽ അങ്ങോട്ടേക്ക് പോയിരുന്നില്ല. ഇന്നിപ്പോൾ എന്താണ് അട്ടമലയിലെ സാഹചര്യം? അതിൽ പ്രധാന മഴ എങ്ങനെയാണ് സുർജിത്ത്? മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ മഴ ഏത് നിമിഷവും പെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഹാഷ്മി. എന്തായാലും ഈ പ്രദേശം, ഞാൻ നിൽക്കുന്നത് അട്ടമലയുടെ താഴ്വാരത്താണ്. ഇവിടെ ഞാൻ ഇതിൻ്റെ തലേ ദിവസം വന്നിരുന്നു. ഇവിടെ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പ്രാദേശിക നേതാവിനുമായി അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവിടെ നിന്ന് അവരെ മാറ്റിയിരുന്നു ഇതിനു മുമ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ അട്ടമലയിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടത് ഭാഗത്തായി ഒരു നേരിയ കൈത്തോട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന ഒരു ചെറിയ കൈത്തോട്, അതിനെ മുറിച്ചുകൊണ്ടൊരു പാലം ഉണ്ടായിരുന്നു. ആ പാലത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗത്ത് വെള്ളം തള്ളിക്കയറിയതാണ്. അതായത് ഈ ചൂരൽമല പുഴയിലേക്ക് ചേരുന്ന ചെറിയ കൈത്തോട് ആണ് ഈ കാണുന്നത്. അതിപ്പോൾ ഒരു പുഴയ്ക്ക് സമാനമായ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടേക്ക് ഈ ചൂരൽമലയിൽ നിന്ന് വെള്ളം ഇരച്ചെത്തി, മുണ്ടക്കയിൽ നിന്ന് വരുന്ന വെള്ളം ചൂരൽമല വഴി ഇരച്ചെത്തി അടിച്ചു കയറുകയാണ് ഉണ്ടായത്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഒരു പ്രദേശം കൂടിയാണിത്. ഇവിടെ നിന്നും ഇന്നലെ തന്നെ സൈന്യം നടത്തിയ തെരച്ചിൽ, ഇന്നലെയും മിനിഞ്ഞാന്നുമായി നടത്തിയ തെരച്ചിൽ 21 മൃതദേഹം കണ്ടെത്തി. ഇന്ന് 3 മൃതദേഹം കണ്ടെത്തി. നിരവധി അവശിഷ്ടങ്ങൾ, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, പല ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് ഇവർ. ഇതിന് മുകളിൽ, അട്ടമലയ്ക്ക് മുകളിൽ താമസിക്കുന്ന ആളുകളാണ് ചന്ദ്രനും സുരേഷ് ബാബുവും. ഇവരാണ്, ശശിയും സുരേഷ് ബാബുവും. ഇവരാണ് ഇതിൻ്റെ തലേ ദിവസം എടുത്ത അഭിമുഖത്തിലുള്ള ആ പ്രശാന്ത് സുരക്ഷിതനാണ് എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ? എന്തായിരുന്നു? നിങ്ങളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഞങ്ങൾ അട്ടമലയ്ക്ക് പോകുന്നത്. ഞങ്ങളെ വീട് അട്ടമലയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ പശുക്കളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നോക്കാൻ പോവുകയാണ്. ശേഷം ഇറങ്ങി മാറ്റി ഞങ്ങൾ അവിടെയായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചൂരൽമലയാണ് പ്രശ്നം. അവിടെ നിന്നാണ് ഇല്ല. ഈ നിങ്ങളുടെ ആരോ മരിച്ചു? എൻ്റെ പെങ്ങളുടെ മോനാണ്. പുള്ളിക്കാരനാണ് R&D ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ രാത്രിയിൽ വണ്ടിയെടുത്ത ആളുകളെ രക്ഷിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ രണ്ടാമത്തെ പൊട്ടിയതിൽ അദ്ദേഹം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. കുറേ പേര് രക്ഷപ്പെടുത്തി, ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തി. അവർ താമസിച്ചിരുന്ന പാടികളിൽ നിന്നും ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ ശേഷമാണ് പുള്ളിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായത്. വളരെ ദാരുണമായ സംഭവമായിരുന്നു. ഹൃദയഭേദകമാണ്. ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നാട്ടിലെ നല്ലൊരു യുവാവായിരുന്നു അദ്ദേഹം. വളരെ എല്ലാ കാര്യത്തിലും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു ഈ നാട്ടിൽ. അന്ന് ആ ലൈൻസിലുള്ള ആളുകളെയും അതുപോലെ ആ സ്കൂൾ റോഡിലുള്ള ആളുകളെയും ആ പുള്ളിക്കാരൻ തന്നെയാണ് വണ്ടിയെടുത്ത് എല്ലാവരും അങ്ങോട്ടും എല്ലാ സേഫ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം വീണ്ടും അടുത്ത ആളുകളെ മാറ്റാൻ വേണ്ടി പോകുന്ന സമയത്തായിരുന്നു അങ്ങനെ ജീപ്പിലാണ് അങ്ങോട്ട് പോയിരുന്നത്. ആ ജീപ്പ് അടക്കം കാണാനില്ല. പിറ്റേ ദിവസമാണ് ബോഡി ഞങ്ങൾക്ക് കിട്ടിയത്. ഈ പ്രദേശത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണ്? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം ഇങ്ങോട്ടാണ് കൂടുതലായിട്ട് ഇരച്ച് കയറി വരിക. ഈ ഭാഗം ചെറിയൊരു കൈത്തോടായിരുന്നു. അതിപ്പോൾ വലിയൊരു സമുദ്രം പോലെ ആയി മാറിയിരിക്കുകയാണ്. മണ്ണും ചെളിയും നിറഞ്ഞിട്ട് ഇതിനകത്ത് ഒരുപാട് ബോഡികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ നിഗമനം. നടത്തിയ തെരച്ചിലിൽ കുറേ മൃതദേഹങ്ങൾ ഇന്ന് നടത്തിയ കുറേ മൃതദേഹം കിട്ടിയതായിട്ടും അവശിഷ്ടങ്ങൾ കിട്ടിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇതാണ് ഇവർ പറയുന്ന കാര്യം. ഇവിടെ നിന്ന്, അതായത് ഈ ദുരന്തം ഉണ്ടായതിൻ്റെ തൊട്ട് മുമ്പായി ഇവിടെ നിന്ന് മാറി താമസിച്ച ആളുകളാണ്. വീട് മുകളിലുണ്ട്. ആ വഴി കടന്നാൽ നേരെ പോകുന്ന ഒരു പാതയാണ്. ആ പാത കടന്നു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് എത്താം. ഉയർന്ന പ്രദേശമാണ്. ആ ഉയർന്ന പ്രദേശത്താണ് ഇവരുടെ വീടുകളുള്ളത്. അവരെല്ലാം തന്നെ സുരക്ഷിതരാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പ്രശാന്ത് അടക്കമുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി ഒഴിവാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രദേശത്തെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഒരു തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിയെത്തിയ ഒരു ചെറിയ നീർച്ചാല്. ആ നീർച്ചാല് വലിയ രീതിയിൽ കുത്തനെ പൊട്ടിയൊലിച്ച് അകത്തേക്ക് തള്ളിക്കയറുകയാണ് വെള്ളമുണ്ടായത്. അതായത് ഈ ചൂരൽമല പുഴ ഒഴുകി പോകുന്നത്, എനിക്ക് പിറകിലൂടെയുള്ള ഈ ഭാഗത്തു കൂടിയാണ് ചൂരൽമല പുഴ ഒഴുകി പോകുന്നത്. അത് ഇവിടേക്ക് ഈ കൈത്തോട്ടിലേക്ക് അടിച്ചു കയറി അതൊരു വലിയ പുഴയ്ക്ക് സമാനമായ രീതിയിലേക്ക് ഇതിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും അതിഭീതിതമായ ഒരു സംഭവമാണ്. ഏറ്റവും കൂടുതൽ
കൂടുതൽ മൃതദേഹങ്ങൾ വന്ന് അടിയുന്നതും ഈ പ്രദേശത്താണ്. ചാലിയാറിന് സമാനമായ രീതിയിൽ തന്നെ ഒരുപക്ഷെ മൃതദേഹങ്ങൾ മുകളിൽ നിന്നും ഒലിച്ച് വന്ന് തള്ളി ഇവിടേക്ക് കയറിയതായിരിക്കാം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തെരച്ചിൽ ഇപ്പോൾ മുണ്ടക്കൈ പോലെ ചാലിയാറിലേതുപോലെ ഇവിടെയാണ് ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നും 3 മൃതദേഹങ്ങൾ ഇവിടുന്ന് മാത്രം കിട്ടി. തൊട്ടടുത്ത് താഴെയുള്ള ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെയും സമാനമായ രീതിയിൽ തന്നെ തെരച്ചിൽ മൃതദേഹങ്ങൾ ഒന്നൊന്നായി കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ശരവേഗത്തിലാണ് രക്ഷാപ്രവർത്തന നടപടികൾ തെരച്ചിൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂറ്റൻ യന്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. കൂറ്റൻ യന്ത്രങ്ങൾ ഇവിടേക്ക് മേപ്പാടിൽ നിന്ന് കടന്നു വരുന്ന വഴി ധാരാളം യന്ത്രങ്ങൾ ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വേഗത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് ആകമാനം വലിയ അളവിലുള്ള തെരച്ചിൽ നടത്തുന്നു. പലർക്കും ഉറ്റവരെയും ബന്ധുക്കളെയും എല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ചിലർ ഇന്ന് ഞാൻ രാവിലെ മേപ്പാടി വിംസ് ആശുപത്രിയിൽ പോയിരുന്നു. അവിടെ ധാരാളം പേർ ചികിത്സയിലുണ്ട്. ആ ആളുകളെല്ലാം തന്നെ ഇവിടെ എന്നെ തലേ ദിവസം ജീപ്പിൽ കൊണ്ടുപോയ ഒരു അനിൽ എന്ന് പറയുന്ന ആളുണ്ട്. ശരീരം നിറച്ചും മുറിവുകളാണ് അദ്ദേഹത്തിൻ്റെ കാലിന് നട്ടലിന് നല്ല പരിക്കുണ്ട്. സർജറി വേണ്ടിവരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്തെ കിടക്കയിലാണ് അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടക്കുന്നത്. അരുൺ അവശ നിലയിലാണ്. അരുണിനെ ആരും മറന്നു കാണില്ല. ഇതിനകത്ത് രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും ഭീതിതമായ കാഴ്ച അരുണിൻ്റേതായിരുന്നു. ഈ പുഴയിൽ മുങ്ങിത്താഴുന്ന ഒരു കാഴ്ച, അതായത് ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്ന അവിടെ മുങ്ങിത്താണുകൊണ്ട് ഇരിക്കുന്ന ഒരു കാഴ്ച. അദ്ദേഹത്തെ ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ 2 കാലുകളും പൊട്ടിയ അവസ്ഥയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയുമുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് ആശുപത്രി നിറയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടേക്ക് തിരിച്ച് എത്തുമ്പോൾ, ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ പോലും ഇവിടെ ഈ അട്ടമല അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ ഈ നിലയിലേക്ക് വലിയ നാശം ഈ അട്ടമല അടക്കമുള്ള പ്രദേശത്തേക്കും വ്യാപിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ആദ്യ ദിവസം ഈ അട്ടമല ഏതാണ്ട് പൂർണ്ണമായി ഒറ്റപ്പെട്ട ആ ഒരു നിലയിലായിരുന്നു. ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ആയിരുന്നു ഈ അട്ടമല എന്ന് പറയുന്ന ഈ ഭൂപ്രദേശത്ത് കാണാൻ കഴിഞ്ഞിരുന്നത്. ഇവിടേക്ക് എത്തിയിരുന്നില്ല. രക്ഷാപ്രവർത്തകരോ തെരച്ചിൽ നടത്തുന്ന ആളുകളിലേക്ക് എത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ യന്ത്രസഹായത്തോടുകൂടി നടത്തിയ തെരച്ചിലിലാണ് ഇങ്ങനെ വ്യാപകമായ മൃതദേഹങ്ങൾ ഈ മേഖലയിൽ നിന്ന് കണ്ടെടുക്കുന്നത്. അതിനർത്ഥം മുണ്ടക്കയിൽ നിന്നും പുഞ്ചിരിമട്ടത്തു നിന്നും പൊട്ടി അടർന്നു വന്ന ഉരുൾ മുണ്ടക്കയും പിന്നിട്ട് ചൂരൽമലയും പിന്നിട്ട് ഇവിടേക്ക് കടന്നു പോകുമ്പോൾ, ചാലിയാറിലേക്ക് കടന്നു പോകുമ്പോൾ ഇവിടെ അടിച്ച് തള്ളിക്കയറി ഇവിടെ ഒരു പുഴയ്ക്ക് സമാനമായ അന്തരീക്ഷമാണ് ഈ കൈത്തോട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ന് ഇതിൻ്റെ തലേ ദിവസം ഞാനിവിടെ എത്തുമ്പോൾ ഒരു കൈത്തോടായിരുന്ന പ്രദേശം ഇപ്പോൾ ഒരു വലിയ പുഴയ്ക്ക് സമാനമായ അന്തരീക്ഷത്തിലേക്ക് അത്രമാത്രം വെള്ളം അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനം പല രീതിയിൽ തന്നെ നടക്കും. അട്ടമലയിൽ നമുക്കിപ്പം ചേർന്നത്